യുവനിരയിലെ ശ്രദ്ധേയനായ MLA BS ജോയിയാണ് നമുക്കൊപ്പം ചേരുന്നത്. കേരളത്തിൽ സാധാരണ എല്ലായിടത്തും ഏത് പാർട്ടിയായാലും സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുമ്പോൾ ജാതി മത പരിഗണനയൊക്കെ നോക്കാറുണ്ട്. അങ്ങനെ നോക്കിയാൽ ഒരു തരത്തിലും മത്സരിപ്പിക്കാൻ കഴിയാത്തൊരു മണ്ഡലത്തിലാണ് മത്സരിപ്പിച്ചത്. അവിടെ നിന്നാണ് ഈ വിജയം. എന്തു തോന്നുന്നു? തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിലെന്നല്ല എല്ലാ തെരഞ്ഞെടുപ്പിലും ചരിത്രത്തിൽ തന്നെ ഏറ്റവും തങ്കത്തിളക്കത്തോടെ ഉയർത്തി കാണിക്കാൻ കഴിയുന്ന ഒരു വിജയമാണ് തവനൂരിലെ വിജയം. നമ്മുടെ നാടിൻ്റെ സാമൂഹികപരമായ പശ്ചാത്തലം, മതേതര പരിസരം അതിന് നേരെ തിരിച്ചു പിടിച്ചിട്ടുള്ളൊരു കണ്ണാടിയാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു പ്രത്യേകതയാണിത്. ആ മതേതരത്വം ഇന്ന് വലിയ വെല്ലുവിളിയെ നേരിടുകയാണ്. കേരളത്തിൻ്റെ മതേതര പാരമ്പര്യത്തെ ഏറ്റവും നന്നായി ഉൾക്കൊള്ളുന്നൊരു മണ്ണാണ് മലപ്പുറം. പക്ഷേ മലപ്പുറത്തെ അപഹസിക്കാനും അപമാനിക്കാനുമുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫേക്ക് സ്റ്റോറികളും ഒക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു റിയൽ മലപ്പുറം സ്റ്റോറി അത് തവനൂരിലെ വിജയം തന്നെയാണ്. ജാതിമത ചിന്തകൾക്കപ്പുറത്ത് രാഷ്ട്രീയപരമായി പ്രബുദ്ധമാണ് ആ നാട്ടിലെ ജനങ്ങൾ. മതജാതി ചിന്തകൾക്കപ്പുറത്ത് മനുഷ്യനെ ചേർത്ത് പിടിക്കുന്നൊരു മണ്ണാണ്. മതേതരത്വത്തിൻ്റെ ഒരു പൂങ്കാവനമാണ് മലപ്പുറം. അത് നമ്മൾ ജനിച്ച് അവിടെ ജീവിക്കുന്നത് നമുക്ക് അറിയുന്ന കാര്യമാണ്. പക്ഷേ ആളുകൾ ഇങ്ങനെ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ പ്രചരണത്തിനുള്ള ഒരു വായടപ്പൻ മറുപടി കൂടിയാണ് മലപ്പുറത്തിലെ ജനങ്ങൾ ബാലറ്റിലൂടെ തവനൂർ നൽകിയിട്ടുള്ളത്. അത് എല്ലാ കാലത്തും ചരിത്രത്തോട് ചേർത്ത് വെക്കാൻ കഴിയുന്ന ഒരു വിജയം. ജോയി യഥാർത്ഥത്തിൽ അത്തരത്തിലൊരു മാതൃകയായിരിക്കും. പക്ഷേ ഇപ്പോഴും കേരളത്തിലെ കോൺഗ്രസ് മാത്രമല്ല എല്ലാ പാർട്ടികളും പലയിടത്തും സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുമ്പോൾ അവരുടെ ജാതി ഏതാണ്, മതം ഏതാണ്, അവർക്ക് അവിടെ ഭൂരിപക്ഷം ഉണ്ടോ, അങ്ങനെയാണെങ്കിൽ എത്ര വോട്ട് കിട്ടും, അങ്ങനെയൊക്കെ നോക്കിയാണ് മന്ത്രിമാരെ തിരഞ്ഞെടുക്കുന്നതിൽ പോലും അത്തരം പല പരിഗണനകളും നിഷേധിച്ചാൽ പോലും കടന്നു വരുന്നുണ്ട് യാഥാർത്ഥ്യമാണ്. യഥാർത്ഥത്തിൽ ആ ഒരു കാലം മാറേണ്ടതല്ലേ? തീർച്ചയായും ഐക്യജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടും നിലപാടും പലപ്പോഴും എടുത്തിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ കാര്യത്തിൽ തന്നെ കോൺഗ്രസ് അങ്ങനെ ഒരു തീരുമാനം എടുത്തു. പക്ഷേ മറ്റു പാർട്ടികളൊന്നും അങ്ങനത്തെ ഒരു റിസ്കിന് തയ്യാറായിട്ട് നമ്മൾ കാണുന്നില്ല. UDF ഇപ്പോൾ മുസ്ലിം ലീഗ് ആയാലും കുത്തുപറമ്പിലായാലും അപ്പോൾ കഴിഞ്ഞ തവണ കുന്നമംഗലത്തായാലും ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ കോൺഗ്രസ് എറണാകുളം കൊച്ചി മണ്ഡലത്തിലായാലും ഒക്കെ അത്തരത്തിലുള്ള നിലപാടുകൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് താരതമ്യേന കുറച്ചുകൂടി അത്തരം കാഴ്ചപ്പാടിൽ കുറച്ചുകൂടി ഫ്ലെക്സിബിളായിട്ടുള്ള ഒരു നിലപാട് എടുത്തിട്ടുണ്ട്. ജാതിമത ചിന്തകൾക്കപ്പുറത്ത് സ്ഥാനാർത്ഥി നിർണ്ണയം നടത്തിയിട്ടുണ്ട്. പക്ഷേ കൃത്യമായി ഒരു വാർഡിലെ അല്ലെങ്കിൽ ഒരു ഡിവിഷനിലെ ഒരു മണ്ഡലത്തിലെ വോട്ടർമാരുടെ എണ്ണം മതത്തിൻ്റെ പേരിലും ജാതിയുടെ പേരിലും തെരഞ്ഞു പിടിച്ച് ആ രീതിയിൽ മാത്രമേ സ്ഥാനാർത്ഥിത്വം നൽകൂ എന്ന് വാശി പിടിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളും കേരളത്തിലുണ്ട്. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് അതിനകത്തൊക്കെ കുറച്ചുകൂടി വ്യത്യസ്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. UDFനെ സംബന്ധിച്ച് തിരൂരങ്ങാടി ശ്രീ AK ആൻ്റണി മത്സരിച്ച് വിജയിച്ചിട്ടുണ്ട്. അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നു. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ കുറച്ചുകൂടി നല്ല ക്ലാരിറ്റിയോടുകൂടി ആ റിസ്ക് കോൺഗ്രസ് ഏറ്റെടുത്തു. മുസ്ലിം ലീഗിൻ്റെ പിന്തുണ ഉണ്ടായിരുന്നു. അത് തെളിയിക്കാൻ ഞങ്ങൾക്കായി. ഈ നിലമ്പൂരിൽ അവസാന നിമിഷം വരെ വന്ന് പാളിപ്പോയൊരു പേരാണ്. അതിനുശേഷമാണ് ഇപ്പോൾ ഇവിടേക്ക് വരുന്നത്. അന്ന് പോയത് കുഴപ്പമില്ല എന്നൊരു തോന്നൽ എത്തിയോ? അങ്ങനെയില്ല. നിലമ്പൂരിൽ എൻ്റെ നാടാണ്. നാട്ടിൽ മത്സരിക്കുക എന്നുള്ള എല്ലാവരുടെ ഒരു ആഗ്രഹമാണ്. ഞാൻ DCC പ്രസിഡൻ്റ് ആയിരുന്നു. അപ്പോൾ പെട്ടെന്നൊരു ഉപതെലക്ഷൻ വന്നു. അവിടെ മത്സരിച്ച് രാജിവെച്ച ആൾ തന്നെ അവിചാരിതമായ എൻ്റെ പേര് പറയുന്ന സാഹചര്യം ഉണ്ടായി. ചർച്ചകളിൽ വന്നു, സർവേകളിലൊക്കെ വന്നപ്പോൾ ഒരു പോസിറ്റീവായി വന്നു. സ്ഥാനാർത്ഥിത്വം ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചു. നേതൃത്വം അങ്ങനെയൊക്കെ ഒരു നിലപാട് പറഞ്ഞിരുന്നു. പിന്നെ വളരെ പെട്ടെന്നത് മാറിപ്പോയി. ആര്യാട സാറിൻ്റെ മോൻ തന്നെയാണ് ആര്യാട ഷോക്കത്ത്. അദ്ദേഹം അർഹനാണ്. ഞങ്ങൾ തമ്മിലൊരു ധാരണ ഉണ്ടായിരുന്നു, ആര് മത്സരിച്ചാലും പൂർണ്ണമായും പാർട്ടിക്ക് വേണ്ടി ഒപ്പം നിൽക്കുന്നുള്ള നിലപാട് ഞാൻ അദ്ദേഹത്തെ മുൻകൂട്ടി തന്നെ അറിയിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് സീറ്റ് നഷ്ടപ്പെട്ടപ്പോൾ അപ്പോഴാണ് വിവരം അറിഞ്ഞത്. പക്ഷേ എനിക്ക് പ്രയാസമൊന്നുമില്ല. ഈ തെരഞ്ഞെടുപ്പിലായ എൻ്റെ നിലപാട് അങ്ങനെയാണ്. ഞാൻ അന്ന് പറഞ്ഞത് തന്നെയാണ്, 1000 തെരഞ്ഞെടുപ്പിൽ ജയിച്ചാലും തോറ്റാലും കോൺഗ്രസ്സുകാരനായി ജീവിക്കുമായിരിക്കും. അതിൽ കോൺഗ്രസ് വിട്ട് കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കുന്നൊരു പ്രവർത്തനവും ഞാൻ നടത്തില്ല. പിന്നെ നമുക്ക് എല്ലാം പാർട്ടിയാണ്, പാർട്ടിയോട് ഇഷ്ടമാണ്. അർഹതപ്പെട്ടതിലേറെ അംഗീകാരം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഒരു അംഗീകാരം ലഭിക്കാത്ത ഒരുപാട് ആൾ ഈ പാർട്ടി. പക്ഷേ ഇപ്പോഴും KSU യൂത്ത് കോൺഗ്രസിൻ്റെ മുൻ പ്രസിഡന്റുമാർക്കൊക്കെ മന്ത്രിസഭാ വികസനത്തിൽ നല്ലൊരു പങ്ക്, വലിയൊരു പങ്ക് ലഭിച്ചു. എനിക്ക് തോന്നുന്നു അതിൽ പെടാതെ പോയൊരു പേര് ജോയി ആയിരിക്കും. അല്ല, ഞാൻ സംതൃപ്തനാണ്. എനിക്ക് അതിനൊന്നും ഒരു പരാതിയില്ല. അങ്ങനെ പരിഗണിക്കപ്പെടേണ്ട ആളാണെന്ന് പോലും ഒരു ധാരണ നമ്മുടെ മനസ്സിൽ പോലും അങ്ങനത്തെ ചിന്തയൊന്നും വന്നിട്ടില്ല. നമുക്ക് ഇത് തന്നെ വലിയൊരു അംഗീകാരം, ആദരവാണ്. പാർട്ടി തന്ന ഏറ്റവും വലിയൊരു ബഹുമതിയാണ്. ഒരുപാട് ആളുകൾ ഈ പാർട്ടിക്ക് വേണ്ടി ജീവിതം ഹോമിച്ച ആളുകൾക്ക് ഇനിയും അവസരങ്ങൾ ലഭിക്കാൻ വേണ്ടി അവർ കാത്തിരിക്കുന്ന ആളുകളുണ്ട്. അവർക്കിടയിൽ നിന്ന് ഒരു അവസരം ലഭിക്കുക എന്ന് പറയുമ്പോൾ അത് വലിയൊരു അഭിമാനത്തോടെ സ്വീകരിക്കുക എന്നുള്ളതാണ് ഒരു പൊതുപ്രവർത്തനം എന്ന നിലയിൽ നമ്മുടെ ഈ MLA ആയി ഇനിയിപ്പോൾ ഒരു വലിയ ഉത്തരവാദിത്തമാണ്. എന്താണ് മുന്നിലുള്ള പ്രധാനപ്പെട്ട ഒരു അജണ്ട? നമുക്ക് ഈ ഒരു അവസരം തന്നത് തവനൂരിലെ ജനങ്ങളാണ്. എനിക്കൊരിക്കലും മറക്കാൻ കഴിയാത്ത കടപ്പാടാണ് ആ നാട്ടിലെ ജനങ്ങളോട്. അപ്പോൾ ആ നാട്ടിലെ ജനങ്ങൾ ഒരുപാട് പാവപ്പെട്ട ആളുകളുണ്ട്. അവരുടെ വികാരങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും കുടിവെള്ള പ്രശ്നം ഉൾപ്പെടെയുള്ള ആ നാട് നേരിടുന്ന വികസനപരമായ പിന്നോക്കാവസ്ഥയാണ്
ഏറ്റവും പ്രാധാന്യത്തോടെ കൈകാര്യം. ആ നാട്ടിലെ ജനങ്ങളോടാണ് ആദ്യത്തെ അവസാനത്തെയും കമ്മിറ്റ്മെൻറ്റ്. പിന്നെ ഒരു നിയമസഭാ സാമാജികൻ എന്ന നിലയിൽ നിയമനിർമ്മാണമാണല്ലോ, ലോ മേക്കിംഗ് ആണല്ലോ. സ്വാഭാവികമായും നിയമനിർമ്മാണ പ്രക്രിയയിൽ പങ്കാളിയാവുക, കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി നാടിൻ്റെ പുരോഗതി എന്ന് പറയുന്നത്, നമ്മുടെ നാടിൻ്റെ മുന്നോട്ട് പോക്ക് എന്ന് പറഞ്ഞാൽ നിയമപരമായി പുതിയ പുതിയ നിയമങ്ങൾ ഉണ്ടാവുന്നതാണ്. അപ്പോൾ ആ നിയമനിർമ്മാണത്തിലൂടെ നാടിനെ മുന്നോട്ട് നയിക്കുന്ന പുതിയ പരിഷ്കാരങ്ങൾ ഉണ്ടാവണം. അതിനുള്ളൊരു വേദിയാക്കി നിയമസഭയെ മാറ്റാനുള്ള അവസരമാണ്. ആ നിയമനിർമ്മാണ സഭയിൽ വരിക എന്ന് പറയുമ്പോൾ വലിയൊരു അവസരമാണ്. ആ അവസരം പരമാവധി വിനിയോഗിക്കുക. നല്ലൊരു നിയമം എന്തായാലും നല്ല രീതിയിൽ തന്നെ ആ അവസരം വിനിയോഗിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.